എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജും അദ്ദേഹം അത് പ്രതികരിച്ചപ്പോൾ ആ കൂടെ ഇരുന്ന ഒരാളും അദ്ദേഹത്തോട് ഒന്ന് നിർത്തുന്ന പറഞ്ഞില്ല എന്നുള്ളതാ. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയാണ് നമുക്കൊപ്പം ചേരുന്നത്. പറയുന്നു, മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാം, ഇതിലെ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. ഇത് നേരത്തെയാണ് കേട്ടോ, ഈ ശരീരം വിറ്റ് ജീവിക്കുന്നതാണെന്നുള്ളത്. നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഇർഷാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പം പാർട്ടി സസ്പെൻഷൻ കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം പറഞ്ഞ ആ വർത്തമാനം ഒരു കോൺഗ്രസ് കാരൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നടിയിൽ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഒരു വേദി വന്നിട്ട് പ്രസംഗിക്കേണ്ടതാണോ? എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഇതിന് മാപ്പൊക്കെ പറയുന്നുണ്ട്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. അതുപോലെ തന്നെ ലിജു സ്പോട്ടിൽ തന്നെ ലൈവിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് എതിരെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോസ്റ്റ് ഇറക്കുന്നുണ്ട്. ഇന്നലെ കരഞ്ഞു മെഴുകിയ ലിജു ഇന്ന് എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വിഷമമാണ് അദ്ദേഹം ഇന്നലെ ആ സ്റ്റേജിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിഭാഹരി അവർ ഒരുപാട് വിഷമിച്ചിരുന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേ പ്രതിഭാഹരിയുടെ നേരത്തെ ഒരു വീഡിയോ ഇപ്പോൾ കിടന്ന് ഓടുന്നുണ്ട്. അതായത് അന്ന് അവർ സംസാരിച്ച് അത് ഞാനത് വെച്ച് തരാം. ഇപ്പം ഈ പറഞ്ഞ ഇർഷാദ് എന്ന് പറഞ്ഞ അദ്ദേഹം കാണിച്ചത് തോന്നിവാസം എന്ന് തന്നെ പറയാം. ഓക്കെ, എന്തായാലും പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാരങ്ങനെ തെറ്റ് കണ്ട സ്പോട്ടിൽ തന്നെ അതിനുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വിടുക. നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? BJP കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ചെയ്യുന്ന ഈ അടുത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നു അങ്ങ് മെഴുകും. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോ കാര്യത്തിലോട്ട് വരാം. എന്തായാലും നമുക്ക് പ്രതിഭാഹരിയുടെ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാം, ഇതിലെ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. ആണായാലും പെണ്ണായാലും തെരുവില് ശരീരം വിറ്റ് നടക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. പാവപ്പെട്ട സ്ത്രീകളുണ്ട്. ബാക്കിയുണ്ടെന്ന് നോക്കട്ടെ വീഡിയോ. അത്രയുള്ളൂ. എനിക്കുണ്ട്, സാധനമുണ്ട്. ബാക്കി കൂടെ വെച്ചുതരാം. പാവപ്പെട്ട സ്ത്രീകളുണ്ട്. മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ കാലിൽ തൊട്ട് നിങ്ങൾ കാല് കഴിയും വെള്ളം കുടിക്കുക. ഇത്തരം പണിക്ക് പോകുന്നതിന് നല്ലതാണ്. MLA പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇത്തരം പരാമർശം ഒരു പൊതുപ്രവർത്തകയ്ക്ക്. ഓക്കെ, ഇതാണ് ഇപ്പൊ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു MLA ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ പറയുന്ന പ്രവർത്തകർക്ക് അമ്മയും പെങ്ങന്മാരൊന്നുമില്ലേ? ഓക്കെ, ഞാനിപ്പോൾ ഈ പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കുമെന്നില്ല. അവൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു തെറ്റ്. അത് പറഞ്ഞ ആരെയാണ്? ഇപ്പോഴത്തെ MLA ആണ് പറയുകയും ചെയ്തത്. ഓക്കെ, അവർ പണ്ട് പറഞ്ഞാണ് ഞാനിപ്പോൾ വെച്ച് തരുകയൊക്കെ ചെയ്തത്. എനിക്ക് പിന്നെ കായംകുളത്തെ വികസനത്തിനെ കുറിച്ച് ഇത് കാണുന്ന കായംകുളംകാരോട് തന്നെ എനിക്കൊന്ന് ചോദിക്കണം, എന്തുണ്ട് അവിടുത്തെ വികസനം ഈ 10 വർഷം കൊണ്ട്? ആകെപ്പാടെ എനിക്ക് കായംകുളത്ത് വരുമ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ബസ് സ്റ്റാൻഡ് ഒന്ന് ഇടിച്ചു പൊളിച്ചു. ബസ് സ്റ്റാൻഡ് ഒന്ന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ ബസ് സ്റ്റാൻഡ് എങ്ങനെയാണ് കിടന്നതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കൈ ഇങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കാം, വല്ല കല്ല് വരുന്നുണ്ടോ എന്ന് നോക്കി. അതൊരു അവസ്ഥയായിരുന്നു അവിടെ, സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലിജുവും അതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. പണ്ട് 24 ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രതിഭാഹരിയുടെ മകന്റെ കഞ്ചാവ് കേസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് അവസാനം ഉദ്യോഗസ്ഥന്റെ തലയിലങ്ങായി. മോൻ ക്ലീൻ, കുട്ടനാട്ടിൽ ഇട്ട കുഞ്ഞിനെ പിടിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് വന്ന വാർത്തയെന്ന് പറഞ്ഞാൽ പ്രതിഭ MLAയുടെ മകനെതിരെ കഞ്ചാവ് കേസ്, മകനെ ഒഴിവാക്കിയ SIs കുറ്റപത്രം. അതുകൂടെ ആരും മറന്നിട്ടൊന്നുമില്ല ആ കാര്യങ്ങളൊക്കെ. മകന്റെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് ഏറ്റവും കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് നൈസായിട്ട് അന്നും ഇതുപോലെയൊക്കെ സംസാരിച്ച് മെഴുകി അത് നൈസായിട്ട് അങ്ങ് പോയി. ഓക്കെ, ഇന്നലെ ഈ പറയുന്ന പ്രതിഭാഹരിയും ഞങ്ങളുടെ ലിജുവും കൂടെ പരസ്പരം ഒരു വേദിയിൽ കണ്ടുമുട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ കൂടെ വെച്ച് തരുന്നില്ല. എനിക്ക് വെച്ച് തരാം, സൗണ്ട് കുറച്ചിട്ട് വെച്ച് തരാം, അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അവർ ഈ ലിജു പുള്ളി ഭയങ്കര പാവം പിടിച്ചൊരു മനുഷ്യനാണ്. ഭയങ്കര ഇതാണ്. ഈ പറഞ്ഞ പ്രതിഭാരിയോട് നമുക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 10 വർഷത്തെ അവിടുത്തെ വികസനത്തിനെ കുറിച്ചാണ്. വികസനത്തിനെ കുറിച്ച് നോക്കിയാൽ കായംകുളത്ത് അത്ര വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കരുണാപ്പള്ളി നല്ല കിട്ടുവാക്കിയിട്ടുണ്ട്. CR മഹേഷ്, അത് പുള്ളി എന്താ പറയാ എന്ന് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പക്ഷെ കായംകുളത്തെ കാര്യങ്ങൾ വലുതായിട്ടില്ല. ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് ഇവിടെ വെച്ച് വെറുതെ സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇന്നലെ അവർ പരസ്പരം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇർഷാദ് കാണിച്ചത് തോന്നിവാസം തന്നെയാണ്. കാരണം അതുപോലത്തെ അതും ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അത്യാവശ്യം ഈ പറയുന്ന ലിജുവിനെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു നേതാവ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ വന്നിട്ട് കരഞ്ഞു മെഴുകുമ്പോൾ കുറേ ആൾക്കാർക്ക് സിമ്പതി വരും.
പറഞ്ഞു മനസ്സിലായി. പക്ഷേ ഞാൻ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ മൊത്തം നെഗറ്റീവ്, ഫുൾ നെഗറ്റീവ്. ഇവിടെ മകൻ്റെ കേസ് കേട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അവർ പറഞ്ഞായിരുന്നു. കെ രമേശ് പറഞ്ഞ തെറികളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇർഷാദ് പറഞ്ഞെന്താന്ന് നോക്കട്ടെ. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്ക് ചാർജ് കൊണ്ടും ശരീര അലവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിലേക്കുകയാണ്. തെറ്റ്. ഇതിപ്പം എന്താ പറയാ, തനിക്കും അമ്മയും പെങ്ങളുമാരൊന്നും ഇല്ലേ? അറിയാമയത്തോണ്ട് ചോദിക്കുവാണ്. അവരെന്തോ ആയിക്കോട്ടെ, അവരൊരു MLA ആണ്, 10 വർഷം അവിടെ ഭരിച്ചൊരു വ്യക്തിയാണ്. അവർ വികസനം ചെയ്തോ ചെയ്യാതിരിക്കുവോ, പക്ഷേ എന്താ പറയുക, ഇപ്പോഴും ഞാൻ അവരുടെ കുറ്റമാണ് പറയുന്നത്. അവരുടെ വികസനവും കാര്യങ്ങളൊക്കെ മോശമാണ്. പക്ഷേ ആ ഒരു MLAക്ക് കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അത് താൻ അവിടെ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇദ്ദേഹം ഒരു മാപ്പൊക്കെ പറയുന്നുണ്ട്. അത് വെക്കാം. അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനെ ഒരു പരാമർശമുള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലായി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു തൻ്റെ വായിന്ന് വന്നതാണ്. അതിനി ആരും വളച്ചൊടിച്ചിട്ടൊന്നും ഇല്ല മനുഷ്യ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പം പ്രതിഭാഹരി MLAയുടെ ഒരു കാര്യം പറയാം. ഇദ്ദേഹം ചെയ്ത തെറ്റാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ അന്ന് സംസാരിച്ചത്. നിങ്ങൾ അന്ന് സംസാരിച്ച ഒരു MLA സംസാരിക്കേണ്ട പോലെ അല്ലായിരുന്നു നിങ്ങൾ അന്ന് സംസാരിച്ചത്. ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ? പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾ അന്ന് ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്തെന്ന് ഓർക്കുമ്പോഴേ എന്താ അതിൻ്റെ മറുപടി പറയട്ടെന്ന് എനിക്കറിയാൻ വയ്യ. അന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴും ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം. ഈ പറഞ്ഞ വ്യക്തികൾക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോഴേ ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഒന്നും കൂടെ. ഓക്കെ, ഇനി പ്രതിഭാഹരി ഇന്നലെ നടന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിഷമകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. രാഷ്ട്രീയമായി വളരെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ. സ്വാഭാവികമായി തന്നെ പലപ്പോഴും ഇത്തരത്തിൽ സ്ലിപ്പ് ഡൗൺ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ്. മറ്റുള്ളവരുടെ സങ്കടമൊക്കെ വിഷമമൊക്കെ വരാറുണ്ട് പലപ്പോഴും. പക്ഷേ കഴിവതൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള എന്താ പറയണ്ടേ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനമാണ്. പക്ഷേ ഇവിടെ തികച്ചും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ ഭാഗത്ത് നിന്ന് വന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ്. വ്യക്തിഹത്യയാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു വ്യക്തി മാത്രമാണെന്നാണ് അദ്ദേഹം കരുതിയത്. ഇവിടെ പില്ലർ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള MLA ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. ഒപ്പം ഈ കായംകുളത്തിന്റെ ഹൃദയമായി അവരുടെ ഒപ്പം എനിക്ക് അങ്ങനെ തന്നെ പറയാൻ ഇഷ്ടമാണ്. ഓരോരുത്തരെയും എനിക്ക് അറിയാം, അത്രയും പരിചയമുണ്ട്, അടുപ്പമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും കാണാവുന്ന വികസനങ്ങളാണ്. അപ്പൊ എല്ലായിടത്തും വികസനം ചെയ്തില്ലേ, എല്ലായിടത്തും ചെയ്ത പോലെ അല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. കാരണം പാർട്ടി കൊണ്ടുവന്ന ഷേപ്പ് ചെയ്ത് അങ്ങനെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്നുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചെറിയ അനുഭവത്തിന്റെ പാർട്ടി തന്ന കരുത്താണ്. ആ കരുത്തുണ്ട്. പക്ഷെ ആ ടൈമിലും എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജും അദ്ദേഹം അത് പ്രതികരിച്ചപ്പോൾ ആ കൂടെ ഇരുന്ന ഒരാളും അദ്ദേഹത്തോട് ഒന്ന് നിർത്തുന്ന പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുമായിരുന്നെങ്കിൽ ഇടതുപക്ഷ യോഗത്തിലാണ് എന്നോട് എന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ പറഞ്ഞു നിർത്തുന്നത്. അല്ലെ എവിടെ നിർത്തുമെന്ന് പറയും? എവിടെ നിർത്തുമെന്ന് പറയും മേഡം? ഞാൻ മേഡത്തിനോട് ചോദിച്ചോട്ടെ. ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം. നമ്മൾ അതിന് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. 2 ആഴ്ച മുമ്പ് വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഗണേഷ് കുമാറിന്റെ, അറിഞ്ഞു കാണുമല്ലോ. ഗണേഷ് കുമാറിന്റെ വൈഫ് ഒരു മോശം സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ തന്നെ. ആ സമയത്ത് പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് വന്നിട്ട് തിരിച്ചുപോയി. ഒരു കേസ് പോലും അവിടെ എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി. അവസാനം എന്തെടുത്തു, പിറ്റേ ദിവസം വന്നിട്ട് അത് കോംപ്രമൈസ് ആയി. കേരള മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ അവർ കോംപ്രമൈസ് ആയില്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ ഇടപെടണം എന്നുള്ള രീതിയിലാണ്. ഈ സംഭവം നടക്കുന്നത് 2-3 ആഴ്ച മുമ്പായിരുന്നു. കോംപ്രമൈസ് ആവുന്നതിന് മുമ്പ് 3 ആഴ്ച മുമ്പ്. അന്ന് അവർക്ക് ആ വീട്ടിൽ മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ടായി. ഗണേഷ് കുമാർ വേറൊരു സ്ത്രീയായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന ഗണേഷിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ വരുന്നു. അവർ കാണുകയുണ്ടായി. അത് വീഡിയോ പിടിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഗണേഷ് എന്തെടുത്തു, അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് വിളിപ്പിച്ച് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തു. അവരെ പിടിച്ച് പൂട്ടിയിടുന്നു, ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ചുക്കം പിടിച്ചാണ് നിങ്ങളുടെ പാർട്ടി. പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ കാര്യങ്ങൾ പറയണമല്ലോ ചേച്ചി. ഓക്കെ, നിങ്ങളുടെ പാർട്ടിക്കാർ ഇത് ചെയ്യും എന്നുള്ള രീതിയിലാണ്. എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. 10 വർഷം നിങ്ങൾ എന്ത് വികസനം നടത്തി അവിടെ? എന്ത്? ആ പാടം ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. ആ ബസ് സ്റ്റാൻഡ് അത് മാത്രം. ബാക്കി എന്താ അവിടെ ചെയ്തേ? ഒരു മൈക്കും പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഇറങ്ങാം.
കായംകുളം മൊത്തം വേണമെങ്കിൽ ചോദിക്കുക ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു 10 വർഷത്തെ വികസനവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നോ ചേട്ടന്മാരെന്ന് ഞാൻ ചോദിച്ചിറങ്ങാം. എനിക്ക് അത്ര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാല. ആ ഒരു 10 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഒരു ഇതുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മകൻ്റെ കേസ് കേട്ട് അതൊക്കെ നൈസായിട്ട് അങ്ങ് വിളിപ്പിച്ചില്ലേ, കഷ്ടം. ആ ഒരു കാര്യത്തിനോടൊക്കെ ഇത്. പിന്നെ എല്ലാവരും എന്താ പറയണ്ടേ, ലിജു അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. മുഖ്യമന്ത്രി തന്നെ ആവശ്യത്തിൽ ഇടപെട്ടതിന്റെ ഗൗരവം കൂടുകയാണ്. ഇവിടുത്തെ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതാവ് പ്രതിഭാരിയുടെ സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയെന്നാണ് ആക്ഷേപം. അങ്ങയുടെ കൺവെൻഷൻ. ഞാൻ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. പത്തിയൂരിലെത്തിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു വാർത്ത അറിഞ്ഞത്. ഞാൻ പിന്നീട് ആ ദൃശ്യം കണ്ടു. ആ ദൃശ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് ലൈവ് ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന എൻ്റെ കാഴ്ചപ്പാട് അതൊരിക്കലും വ്യക്തിയധിഷ്ഠിതമല്ല. വ്യക്തിപരമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ നടത്തേണ്ട ഒന്നല്ല തിരഞ്ഞെടുപ്പ് വേദികളും പ്രസംഗങ്ങളും. എനിക്ക് ആ ഒരു പ്രസംഗത്തിൽ ഇവിടുത്തെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി UDF നേതാവിൻ്റെ പരാമർശങ്ങൾ ഒട്ടും ശരിയായി തോന്നിയില്ല. അതൊരു തെറ്റായ പരാമർശമാണ്. ഒരർത്ഥത്തിലും ബോഡി ഷെയ്മിങ്ങോ അത്തരത്തിലുള്ള ഒരു വ്യക്തിനിഷ്ഠിത പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും ലിജുവോ UDF അംഗീകരിക്കില്ല. ഞാൻ അതിനെ ശക്തമായ അത്തരം ഒരു പരാമർശം, അദ്ദേഹം വ്യക്തിപരമായി നല്ല ആളാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രസംഗത്തിന്റെ ആവേശത്തിൽ സംഭവിച്ചാവും. പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും ഒരു 0.1% പോലും അത്തരം ഒരു പരാമർശത്തെ ഞങ്ങൾ ന്യായീകരിക്കില്ല. ശക്തമായി ഞാൻ ആ ഒരു പരാമർശത്തെ അപലപിക്കുന്നു. ആ ഒരു പരാമർശത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അതുകൊണ്ട് അത്തരം പരാമർശങ്ങളെ UDFന്റെ ഒരു പ്രവർത്തകൻ, അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ലിജു പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടല്ലോ. ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലിജു കരഞ്ഞ് മെഴുകി എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം 3 വട്ടം നിന്ന് 3 വട്ടവും തോറ്റുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 4ാമത്തെ വട്ടമാണിത്. ഒരു ചാൻസ് അയാൾ ചോദിക്കുന്നുണ്ട്, ഒറ്റ ചാൻസ് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കും തോറ്റുപോയെന്നും പറഞ്ഞ് കഴിവട്ട ഒരു രാഷ്ട്രീയക്കാരനല്ല. ഒരു മനുഷ്യനെ എങ്ങനെ കാണണം അദ്ദേഹത്തിന് നല്ല രീതി അറിയാം. അദ്ദേഹം നിന്നെടുത്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയിലാണ് അദ്ദേഹം നിന്നത്. പറഞ്ഞ് മനസ്സിലാക്കണം. കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം തോറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇതുപോലൊരു നല്ലൊരു വ്യക്തി, ഞാനൊരു കാര്യം കായംകുളത്ത് ജനങ്ങളോട് അങ്ങോട്ട് പറയാം, കാണുന്ന 1, 2, 3, 4 പേര് ചിലപ്പോൾ ഇത് കാണത്തുള്ളായിരിക്കും. ഗുണമുണ്ടാവും. ഞാൻ വെറുതെ ഒരാളെ കുറിച്ച് വന്നിട്ട് ഇങ്ങനെ പറയത്തില്ല. ഒരു മോശപ്പെട്ട ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ പറയാം മോശമാണ്. അതെൻ്റെ ഒരു രീതി എങ്ങനെയാണ് അതാ തോന്നുന്നു. ഒരു പക്ഷേ പണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കാണെങ്കിലും പാർട്ടിയിലുള്ളവർക്കാണെങ്കിൽ എന്നെ കണ്ടെടുത്ത് കണ്ടുകൂടാതെ ഞാൻ കാര്യത്തോട് പറയും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നാൽ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പറയുമ്പോഴത്തോടെ തന്നെ അങ്ങനെ തന്നെ ഞങ്ങളൊരു ഫാമിലി തന്നെ 5 വർഷം ഉണ്ടായിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അടിച്ചു പിരിഞ്ഞ ഫാമിലി ഈ പഞ്ചായത്ത് ഇലക്ഷനാണെന്നും മിണ്ടി തുടങ്ങിയത് തന്നെ. കാരണം കുടുംബമൊന്നും പോലും നോക്കാതെ, വ്യക്തിപരമായിട്ടുള്ള കുടുംബമൊന്നും നോക്കാതെ തന്നെ ഞാനുള്ള കാര്യങ്ങളെല്ലാം മൂത്ത് അടിച്ച് നമുക്ക് പറയും. ഇന്ന ആൾ ശരിയല്ല, ഇന്ന അത് ശരിയല്ല, നമുക്ക് മോശമാണെന്നൊക്കെ. അങ്ങനെ ഒരു ക്യാരക്ടർ എൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ കായംകുളംകാരുടെ ഞാൻ പറയുവാണ്, ഇദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഗുണമായിരിക്കും. 10 വർഷം അവർ ഭരിച്ചില്ലേ, എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം, കൊടുക്കുക. നിങ്ങൾ ദുഃഖിക്കുന്നില്ല. കാരണം ഞാൻ ഇദ്ദേഹത്തുമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും ഒരു വിഷയം ഉണ്ടായ സമയത്ത് കൂടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനും നല്ലൊരു ഇതുമാണ്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. ഏത് പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് വേണ്ടി, അത് പരാമർശം ശരിയായില്ല, ഞാൻ അതിനുവേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നു, മൊത്തം സംവിധാനത്തിന് വേണ്ടി. അത് സ്വാഭാവികമായിട്ടും ഖേദം പറയേണ്ടത് പ്രതിഭ എതിർ സ്ഥാനാർത്ഥിയോട് കൂടിയല്ലേ? സമൂഹത്തിലെ ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കൂടി, എതിർ സ്ഥാനാർത്ഥിയോടും അല്ല. ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണി എന്ന സംവിധാനം എന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. CPM ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊരിക്കലും അങ്ങനെ ഏറ്റെടുക്കാറില്ല. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ ഞങ്ങളുടെ മുമ്പിലില്ല. നമ്മളുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ജനാധിപത്യ വിരുദ്ധമായി, സാമാന്യ മര്യാദയ്ക്ക് വിരുദ്ധമായി വ്യക്തിനിഷ്ഠിത പരാമർശങ്ങൾ നടത്തിയാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. അതോടൊപ്പം നേതൃത്വത്തിന് വേണ്ടി, UDF നേതൃത്വത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് മൊത്തത്തിലുള്ള ഖേദമാണ്, സമൂഹത്തോട് തന്നെയുള്ള ഖേദമാണ്. കാരണം അത്തരം പരാമർശം ഒരു വ്യക്തിക്ക് മാത്രമല്ല വേദനിക്കും, സമൂഹത്തിന് മുഴുവൻ വേദനിക്കും, ഞങ്ങൾക്കെല്ലാം വേദനിക്കും. അത്തരത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ നമുക്കറിയാം, പല നേതാക്കന്മാരുടെയും പ്രസംഗങ്ങളിൽ ചിലപ്പോൾ ഇത്തരം പരാമർശങ്ങൾ, അമിതമായ ആവേശം, എം.എം.മണിയുടെ പ്രസംഗങ്ങൾ ഗ്രാമ്യ ഭാഷകളായിട്ടാണ്. കടക്ക് പുറത്ത്, വീട്ടിൽ പോയി പറ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനൊന്നും കൂടെ ആരും ചോദ്യം ചെയ്യത്തില്ല. കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ചോദ്യം ചെയ്യത്തൊന്നുമില്ല. എന്തായാലും കോൺഗ്രസ് ഒരു നല്ലൊരു നിലപാടും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
മന്ത്രിയുടെ മോൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഞാൻ അതിന് ഇനി എടുത്ത് ഇവിടെ വെക്കുന്നില്ല. മോൻ്റെ കേസ് കേട്ടും കാര്യങ്ങളൊക്കെ, കഞ്ചാവിൻ്റെ അതും ഇതുമൊക്കെ ഇനി അത് സംസാരിച്ച് വെറുതെ എന്തിനാ? അതിന് ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ. എൻ്റെ പൊന്നു പ്രതിഭാഹരി, നിങ്ങളാണെങ്കിലും പണ്ട് ഇതിൻ്റെ അപ്പുറം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കൊടുത്ത കൊല്ലത്ത് കിട്ടത്തില്ല കർമ്മ, അതങ്ങനെ കരുതിയാൽ മാത്രം മതി. പിന്നെ അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ്. കർമ്മ 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 ഞാൻ പറഞ്ഞില്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന ഒരു സംഭവമാണ് ചേച്ചി ഇത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ലിജു, നിങ്ങളൊരു അവസരം കൊടുക്കണം. കായംകുളംകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ.